സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் എന്തു പറ്റിയാ കേട്ടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഉണ്ടാസി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ പൊലാടി മോള് നമുക്ക് പ്രശ്നമാവുമെന്ന്. അവിടെ നിന്ന് എന്നെ കാണാൻ വിളിച്ചിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് വീട്ടിൽ പോയി ഷോപ്പിങ്ങിന് പോയി. എനിക്കൊരു സമാധാനമില്ല. വീട്ടിലാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട്, റാമേട്ടനും അച്ഛനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ഇടയിൽ അവളുടെ ഓഞ്ഞ വർത്താനം. ഞാൻ അന്നേ പറഞ്ഞല്ലേ നിൻ്റെ അടുത്ത് അവൾ പണിയാവുമെന്ന്. അവൻ ഇതൊന്നും അറിയണ്ട. ഒരു ഏണിയെടുത്ത് തലയെ വെച്ചിട്ട് അവ അങ്ങ് അവന്റെ കൂസലിൽ നടന്നോളും. അവള് ഭീഷണിപ്പെടുത്തിയത് കുടുംബക്കാരും കമ്പനിയും എന്ന് മാത്രമാണ്. ഇന്ദ്രൻ അവളൊന്നും ചെയ്യൂല. ഇന്ദ്രന് സൈഡിൽ കൂടെ ഇരിക്കാനായാലും അവക്ക് വേണം. ഇന്ദ്ര ഗ്രൂപ്പ്സിന് വല്ലതും പറ്റിയ പിന്നെ ദേവച്ചൻ ജീവനോടുണ്ടാവൂല. അത് അവൻ കാരണമാണെങ്കിൽ അവന്റെ കാരണം ഞാൻ അടിച്ച് പൊട്ടിക്കാസി. ഞാൻ ഇപ്പോഴേ പറയാം. ഓ എൻ്റെ പൊന്നാക്കിയേട്ടാ, നാളെ ഒരു നല്ല ദിവസമായിട്ട് ഇമ്മി എന്നെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണോ? മേ ബി ചിലപ്പോൾ അവ ഈ കല്യാണത്തോടെ ഈ കല്യാണത്തോടെ നേരെ ആയാലോ. എന്നോടുള്ള വാശിപ്പുറത്ത് അവ ഇതൊക്കെ ചെയ്യുന്നത്. എന്നെക്കാൾ സ്നേഹിക്കുന്ന നല്ലൊരാൾ ലൈഫിലോട്ട് വന്നാൽ ഓഫ് കോഴ്സ് അവൻ നേരെ ആവും. പിന്നെ ഇതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലല്ലോ. പിന്നെ അവൾ ചീള് കേസാണ്. നെല്ലിക്കമ്പിനെ നമ്മൾ വിലക്കെടുക്കേണ്ട കാര്യമേ ഇല്ല. അവളെ ഒതുക്കാമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. നിങ്ങളാ അത് വേണ്ടാന്ന് പറഞ്ഞത്. ഇനി വേണമെങ്കിലും ടൈമുണ്ട്. പിന്നെന്താ? ഓഹ് എൻ്റെ പൊന്നാസിമേ, ഈ കല്യാണത്തോടെ അവൻ നേരെയാവോ നേരെയാവാതിരിക്കുക അതൊന്നും അല്ല എൻ്റെ പ്രശ്നം. ആ പാവപ്പെട്ട ചെറുക്ക ഇതിൽ വന്ന് പെട്ടുപോയല്ലോ എന്ന് ആലോചിച്ചിട്ടാ. മേ ബി അവൻ നോ പറഞ്ഞിരുന്നെങ്കിൽ കല്യാണമേ നടക്കത്തില്ലായിരുന്നു. പക്ഷെ അവന് ഇന്ദ്ര ഇഷ്ടമെന്നാ തോന്നുന്നത്. ഇനി ആ ചെറുക്ക എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ പാവപ്പെട്ട ഒരു പയ്യൻ്റെ ലൈഫ് കൂടി സ്പോയിൽ ചെയ്യാനായിട്ട്. ഓഹ്, എനിക്കറിയത്തില്ല. അവിടെ നിന്ന് വെല്ലുവിളിച്ചെന്താണെന്നറിയോ? ഈ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ കൂടെ പോകില്ലെന്ന് എന്താ ഉറപ്പെന്ന്? സത്യം, എന്താ ഉറപ്പ്? വീണ്ടും പോവും. അവന് ഏറ്റവും കൂടുതൽ സുഖം കൊടുക്കുന്ന ആരാണ് അതാ അവന് നല്ലത്. അതിന് ആരായാലും, വഴിയിൽ കൂടെ പോകുന്ന ഏവനായാലും അത് മാത്രമേ അവൻ നോക്കത്തുള്ളൂ. അല്ല, ഇതൊക്കെ ആരോടുള്ള വാശിക്കാം? നിന്നോടുള്ളതോ? എന്നിട്ട് അവന് എന്ത് കിട്ടും? കുറെ ചീത്തപ്പേരും. ലോകത്തുള്ള എല്ലാവരും വെറുക്കുക മാത്രം ചെയ്യും. അല്ലാതെ അവന് ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു? എൻ്റെ പൊന്നാക്കിയിട്ട് അത് വിട്. അവളെ കാര്യം നമുക്ക് നോക്കാം. അവൾ ഇവിടം വരെ പോകാൻ നോക്കട്ടെ. അവൾ 2-3 ഫോട്ടോസും ബെഡ് സീൻസും വെച്ചുകൊണ്ട് എവിടം വരെ പോകാനാ? ഓടിയ പകുതി വരെ, അത്ര തന്നെ. കൂടിപ്പോയാൽ വല്ല TV ചാനലിലോ എല്ലാം കൊടുക്കും. അതിൽ നിന്ന് നമ്മളേതായാലും വീണു പോകത്തില്ല. അതോർത്ത് പേടിക്കണ്ട. അഖിലേട്ടൻ വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക്. ഈ ടൈമിൽ അവിടെ ഇല്ലെങ്കിൽ ഇനി അവിടെ ഉള്ള എല്ലാത്തിനും ഡൗട്ടാവും. ആടാ, ഞാൻ പോവാ. എനിക്ക് നിന്നോട് ഇത് പറഞ്ഞെനിക്ക് സമാധാനം കിട്ടത്തില്ല. അതാ ഞാൻ ഇറങ്ങി വന്നത് ഈ രാത്രി തന്നെ. അത് വിട്, നീ ഓക്കെ തന്നെയല്ലേ? നാളെ അവൻ്റെ കല്യാണമാ. നിനക്ക് വിഷമമൊന്നുമില്ലേ? മേ ബി കാണാം, കാണാതിരിക്കാൻ. ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളാവും. ഉണ്ട്,
വിഷമമുണ്ട്. എനിക്കവനെ ഇപ്പോഴും ഇഷ്ടമാണല്ലോ. അതുപോട്ടെ, അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. എന്നാ ഗീട്ടം വിട്ടോ, ഞാനെന്നാ നേരെ വീട്ടിലോട്ടാ. ആണോ? അല്ല, നീ നാളെ കല്യാണത്തിന് വരുന്നുണ്ടോ? അല്ല, ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ കല്യാണമല്ലല്ലോ. ഇത് നല്ല കഥ. അഗിയേട്ടൻ എന്താ വിചാരിച്ചേ? അഗിയേട്ടൻ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട. ഇൻവിറ്റേഷനൊക്കെ ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, ദേവച്ചൻ വഴി. എന്നെ തോപ്പിക്കാനായിട്ടല്ലേ പുള്ളിക്കാരൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തേക്കുന്നേ. അപ്പോൾ പിന്നെ എന്നെ വിളിക്കാതിരിക്കും തോന്നുന്നുണ്ടോ? നാളെ ഞാൻ അവിടെ കാണും, അവനെ കൺഗ്രാറ്റ്സ് ചെയ്യാനും പിന്നെ അവൻ്റെ ആ പേരുണ്ടല്ലോ, അഗിയേട്ടൻ മാധവരാധ പറയുന്ന പാവം പാവം, ആ പാവം പാവത്തിനെ കാണാനും. അപ്പം ഞാൻ പോട്ടെ. ശരിടാ, എന്നാ ബൈ, നാളെ കാണാം. वैसे तो मन मेरा पहले भी रातों में अक्सर ही चाहत के सपने संजोता था। पहले भी धड़कन ये धुन कोई गाती थी, पर अब जो होता है वो पहले ना होता था। तेरा होने लगा हूँ, खोने लगा हूँ, जब से मिला हूँ। तेरा होने लगा हूँ, खोने लगा हूँ, जब से मिला हूँ। எட்டிப்பிடிப்பதும் என்னை கொள்ளடி காதல் நடத்திடும் இந்த மோதல் எது வந்த போதும் നിറയും നീ അഴകേ അരികിൽ നീ വന്നണയും ആ നിമിഷം എന്നും പ്രിയ നിമിഷം നിൻമിഴികൾ രണ്ടും കാർമുകിലായി എൻ വേനൽ മഴയിൽ പെയ്തിറങ്ങും നിൻ പുഞ്ചിരി തൂകും ചുണ്ടുകളിൽ നിന്നുയരും നാദം കുളിരേകും സ്വപ്നഗന്ധി പൂത്തുലഞ്ഞു പുഴക്കരയിൽ കാത്തിരുന്നു
കാത്തിരുന്നു നിന്നിസ്വനം അറിയാതെ നിനയാതെ എൻ മനസ്സിൽ നിറയും നീ അഴകേ അരികിൽ നീ വന്നണയും ആ നിമിഷം എന്നും പ്രിയ നിമിഷം വിരളമാം മോഹങ്ങൾ തളിരിടും പിൻവാടിയിൽ വന്നിടും നീ ഒരു നിത്യ പൊൻവസന്തമായി ആത്മാവിലാരോതും നിന്റെ പ്രണയമന്ത്രണം ദിവ്യാനുരാഗം പാടും നീയാണെൻ ഹൃദയ സ്പന്ദനം അറിയാതെ നിനയാതെ എൻ മനസ്സിൽ നിറയും നീ അഴകേ അരികിൽ നീ വന്നണയും ആ നിമിഷം എന്നും പ്രിയ നിമിഷം Hey, hello, welcome to the beautiful occasion. അധികം സംസാരിച്ച സമയങ്ങളല്ല. Let's we welcome our beautiful couples to the stage. Holy shit. ദൈവമേ എന്ത് രസാടി എന്ത് ഹോട്ടാ. I can't believe this. ഇത്രയും ഹോട്ടായിട്ട് ആൾക്കാരുണ്ടാവോ? What do you mean? നീ എന്താ ഇന്ദ്രനെ ആദ്യമായിട്ടാണോ കാണുന്നത്? No way. I'm not telling about him. അവൻ്റെ അടുത്ത് നിൽക്കുന്ന ആ സാധനത്തിനെ കണ്ടോ? എൻ്റെ പൊന്നോ, ഇതുപോലൊരു ഐറ്റം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അമ്മാതിരി ഹോട്ടാ. വെറുതെ ഇല്ല അവൻ കേട്ടാ സമ്മതിച്ചത്. ഇമ്മാതിരി ചരക്കല്ലേ ഇത്. എനിക്ക് തോന്നുന്നില്ല അവന് നിന്റെ അടുത്തോട് തിരിച്ചു വരുമെന്ന്. അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 6 മുഴം സദ്യയാ. I don't think so. What the fuck? Are you telling about that asshole? Useless fellow. അവനെ കുറിച്ചാണോ നീ പറയുന്നത്? എൻ്റെ ഇന്ദ്രിയേക്കാൾ കൂടുതലായിട്ട് അവന് എന്താ ഉള്ളത്? അതെ ജെനിഫർ, നിന്റെ ഇന്ദ്ര എവിടെ കിടക്കുന്ന അവ എവിടെ കിടക്കുന്നു? ഷീസ് സച്ച് എ ഹോട്ട് ആൻഡ് ഡാം ഇറ്റ്. അവന്റെ യോഗം വെറുതെ അല്ല. അവൻ കല്യാണത്തിന് സഡൻലി സമ്മതിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. കൊള്ളാം. Hey lovely couples, once again congratulations to your marriage. And നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞ 3 കപ്പിൾസിൽ ഒരാള് നന്നായിട്ട് പാട്ട് പാടുന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം കാളിദാസ് ശിവപ്രസാദ് ടു സിംഗ് എ ബ്യൂട്ടിഫുൾ സോങ് ടു ഹിസ്
lovely, pretty, handsome husband. Jennifer, എന്തുകൊണ്ടും ഐ തിങ്ക് ഹീസ് ബെറ്റർ ദാൻ യു. ഓരോ കാര്യങ്ങളിലും നിന്നെക്കാളും ഒരുപടി ബെറ്റർ തന്നെയാണ്. ഒരുപടിയല്ല, ഒരുപാട്. ഓക്കെ. Yeah, of course, Nancy. He's better than Jennifer. വാട്ട് ദ ഫക്ക്. അവൻ വന്നില്ല, അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനെ വരെ വളച്ചെടുത്തു. ഈ യൂസ്ലെസ്സിനെ നോക്കിയിട്ടാണോ അവർ ഹോട്ട് എന്നൊക്കെ പറയുന്നത്? ഡിസ്കസ്റ്റിംഗ്, ഇറിറ്റേറ്റിംഗ്. അവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ നിമിഷം. എൻ്റെ ഇന്ദിരയുടെ അടുത്ത് നിന്ന് അവൻ്റെ ചിരി. ഫക്കിംഗ് ബിച്ച്. ഐ വിൽ ഷോ യു. மரம் இருந்தால் அங்கே என்னை நான் நிழலென நிறுத்திடுவேன். இலை விழுந்தால் ஐயோ என்றே நான் இருதயம் துடித்திடுவேன். இனிமேல் நமது இதழ்கள் இணைந்து சிரிக்கும் ஓசை கேட்குமே. நெடுநாள் நிலவும் நிலவில் கலங்கம் துடைக்க கைகள் கோர்க்குமே. உருவாக்கினாய் அதிகாலையை, ஆகவே நீ என் வாழ்வின் மோட்சமே. எனதுயிரே எனதுயிரே எனக்கெனவே நீ கிடைத்தாய். எனதுறவே எனதுறவே கடவுளை போல் நீ முளைத்தாய். நெடுஞ்சாலையில் படும் பாதம் போல் சேர்க்கிறேன் வாழும் காலமே. வரும் நாட்களே தரும் பூக்களே நீளுவே காதல் காதல் வாசமே. അതെ, അത് ഇന്ദിരയുടെ ഹസ്ബൻഡാ. നോക്കിയത് മതി. എന്താ ഇതിന് മാത്രം ആസ്വദിക്കാനും നോക്കാനും? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ ആകിയേട്ടാ? ആ, ഹേ പോടാ, നീ പോന്നു കുറെ നേരം വന്നിട്ട്. ഞാനോ? ഈ നിൽക്കുന്ന ആശാൻ ആ നിൽക്കുന്ന ചുള്ളൻ ചെറുക്കനെ നോക്കി വെള്ളം ഓർക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇവിടെ ഉണ്ട്. അതായത് അവൻ്റെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ അടുത്തുണ്ടായിരുന്നു. അറിഞ്ഞില്ലെന്നേ ഉള്ളൂ പുള്ളിക്കാരൻ. ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. പ്രേമം വല്ലതാണോ? അല്ലടാ, അത് അനിയനല്ലേ, ഇന്ദിരയുടെ ഹസ്ബൻഡ്. മേ ബി ആയി പോയേക്കായിരുന്നു, ബട്ട് ലിവിറ്റ്. നീ പോകുന്നില്ലേ വിഷ് ചെയ്യാനായിട്ട്? ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അഗിയേട്ടൻ കണ്ടില്ലേ, ഇന്ദിരയുടെ വാനരപ്പടം അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ പോവാം. സ്വസ്ഥമായിട്ട് വിഷ് ചെയ്യണ്ടേ. ഇതിനിടയിൽ അത് നടക്കത്തില്ല. അതുവരെ ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാം. എന്തുകൊണ്ടും മേ ബി ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. എന്നാ നമുക്കൊരു ജ്യൂസ് കുടിച്ചോണ്ട് കൂടെ നിൽക്കാം. അവരിറങ്ങിയിട്ട് പോകും. അത് മതി, പക്ക. അതാ നമുക്കും അവർക്കും നല്ലത്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഇന്ദിര എന്താ മിണ്ടാ നിൽക്കുന്നേ? ഹീസ് നോട്ട് കംഫർട്ടബിൾ. അവള് കാണിക്കുന്നതും പറയുന്നതിനൊന്നും കംഫർട്ടബിൾ അല്ല. എൻ്റെ പൊന്നഗിയേട്ടാ, അത് അതിൻ്റെ പാട്ടിനങ്ങ് ചെയ്തിട്ട് പൊക്കോട്ടെ. ഇന്ദിരയുടെ ഫ്രണ്ട്സ് അല്ലേ, അവനൊന്നും പറയാൻ പറ്റത്തില്ല. ഓ ഗോഡ്, എൻ്റെ ഇന്ദിര, വാട്ട് എ സെലക്ഷൻ മാൻ. വെറുതെ അല്ല നീ പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി. എൻ്റെ മോനെ സൈക്കോബിൾ. അവനെ ഹഗ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, പറയണ്ട. ഐ തിങ്ക് ഹി ഈസ് എ വെർജിൻ ആൻഡ് ഐ ഡോണ്ട് നോ. ഇന്ദിര, നിന്റെ മുമ്പിൽ ഇപ്പോ 6 മുളം വെള്ളസദ്യ. യു നോ, എൻജോയ് മാൻ. കുറച്ചിങ്ങോട്ട് തരാനും മടിക്കണ്ട.
എൻ്റെ പൊന്നു മോളെ നാൻസി, ആശാന്റെ ആസനത്തിൽ തന്നെ ഇട്ട് കൊത്തണോ? അങ്ങോട്ട് മാറി നിൽക്ക് കേട്ടോ. ഹേ ബേബി ബോയ്, കൺഗ്രാറ്റ്സ് ഫോർ യുവർ വെഡിങ്. You look so sexy, hot and juicy, etc., etc., etc. Come on, we can hug. Hey Sunny, leave him man. ആൾക്കാർ ശ്രദ്ധിക്കുക. നീ ഇതെന്താ കാണിക്കുന്നത്? എൻ്റെ പൊന്നു മോനെ, എനിക്കറിയാം നീ ഒന്നും കാണാതെ എന്തിനും എടുത്ത് ചാടത്തില്ലെന്ന്. പക്ഷെ ഇത് ഇത്തിരി ഒന്നൊന്നര വൈപ്പായി പോയി. എൻ്റെ മുമ്പ് കാണിച്ചു തന്നില്ലല്ലോ കർത്താവേ. ഡാ ഉവേ, ഞാനാദ്യം ഒന്ന് തിന്നോട്ടെ, എന്നിട്ട് പോരെ നിനക്കൊക്കെ ഷെയർ ഇടുന്നത്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ മാറി നിൽക്കടാ. ഈ മുതലിൻ്റെ തിന്നിട്ട് ഒരു എല്ലും കഷ്ണമെങ്കിലും നീ എനിക്ക് തന്നാൽ മതി. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. എനിവേ ഇന്ദ്ര, മറക്കണ്ട, ഈ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് വീട്ടിൽ പോവും. ഓക്കെ, ഞങ്ങളവിടെ കാണും. ബൈ. സനി, കമോൺ. എന്താടി നിന്റെ മോന്ത കടന്തൽ കുത്തിയോലെ പെരുക്കി കയറ്റി വെച്ചോണ്ടിരിക്കുന്നത്? Nothing. I just don't like him. That's it. ജെനിഫറേ, അതിന് നീയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് മൈരേ മാത്രം. എങ്ങനെ? മൈരേ മാത്രം. ചെല്ല് അവിടെ അവരുടെ കൂടെ പോയി ഇരിക്കാൻ നോക്കും. നിന്ന് കാല് കഴിക്കണ്ട. അവൻ അഭിനയിക്കാൻ മിടുക്കനാ. എൻ്റെ അനിയനായോണ്ട് പറയല്ല. വിട്ടേടാകിയേട്ടാ, അവൻ നേരെയാവും. എനിക്ക് അടുത്ത് നിൽക്കുന്ന ആളോടില്ലേ, നിങ്ങളുടെ കിച്ചുവിനോട് വാത്സല്യം തോന്നുന്നത്. ഇത്ര ഇന്നസെൻ്റായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇപ്പോഴും ആൾക്കാരുണ്ടോയെന്ന്. എനിവേ, ഇന്ദ്ര സോ ലക്കി. ഇന്ദ്ര ഇപ്പോൾ വന്നിട്ട് പോയതൊക്കെ ആരാ എന്നെ ഹഗ് ചെയ്തത്? മൈ ക്ലോസ്ഡ് ഫ്രണ്ട്സ്. അതിലൊരാൾ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. എൻ്റെ PA ജെനിഫർ. ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സാണ്. ഗുഡ്. എൻ്റെ പൊന്നിന്ദ്ര, ഒരു മിനിറ്റ് കിച്ചു, നിങ്ങോട്ട് വന്നേ. ഈ അഭിനയം ഇത്തിരി കൂടുതലല്ലേ? നിനക്ക് എങ്ങനെ ഇത്ര ഇന്നസെൻ്റായിട്ട് അവൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റുന്നേ? അത് നിൻ്റെ വെറും PA ആണോ അതോ നിൻ്റെ വെബ് പാർട്ടിയാണോ? വന്നതൊക്കെ നിൻ്റെ ഗുഡ് ഫ്രണ്ട്സ് അല്ലേ? ഇന്ദ്ര, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ വെറും സെക്സ് ടോയ് ആയിട്ട് കാണാനാണെങ്കിൽ, അല്ല പൈസയ്ക്കാണെങ്കിലും, ആദം ഇന്ന് തൊട്ട് ഇന്ദ്രയുടെ കൂടെ കാണില്ല ഒന്നിനും. അത് ഇന്ദ്ര ഓർത്ത് വെച്ചോ. അതു സെയിം, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് അവൻ്റെ അടുത്ത് എല്ലാ രീതിയിലുള്ള അട്രാക്ഷനും ഉണ്ട്. സെക്സ് അതിനാണല്ലോ ഇമ്പോർട്ടൻസ് കൂടുതൽ. പിന്നെ ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് വെച്ച്. നീ നിന്റെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്ക്. ചെല്ലും, അവിടെ ഒറ്റയ്ക്ക് നിൽക്കാം. പോയി കമ്പനി വിടും. ചെല്ലും. ഐ നോ ദാറ്റ് ബിക്കോസ് ഇന്ദ്രയല്ല ആദം. അത് നീ മറക്കണ്ട. അവനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ സെക്സിന് മാത്രമല്ലാണ്ട് ഒരു പങ്കാളിയായിട്ട് കണ്ട് കൂടെ നിർത്താൻ ആദമിനറിയാം. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ഇന്ദ്ര അല്ല ആദം. അവനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ വിടുകയും ചെയ്യും. അല്ലാതെ പിടിച്ചു വയ്ക്കത്തില്ല ശരീരത്തിന് വേണ്ടി മാത്രമായിട്ട്. നീ ഓർത്തോ, ആദമിനി കാണില്ല ഇന്ദ്രയുടെ കൂടെ ഒന്നിനും.
ഒന്നിനും പറഞ്ഞാൽ ഒന്നിനും. നടക്കട്ടെ നിൻ്റെ അഭിനയം. ഓ ആയിക്കോട്ടെ ആദം സക്രിയ ജോൺ. ചെന്നാലും ഡോ പ്രൊഫസറെ, താനെന്താടോ മരവോന്തിനോട് പോയി സംസാരിച്ചുകൊണ്ടിരുന്നേ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഈച്ചടിക്കണോ? ഓ അതിൻ്റെ ഇടയിൽ എന്നിട്ട് മോനിപ്പോൾ എത്ര ഈച്ച അടിച്ച്? മിണ്ടാ നിൽക്കട ചെറുക്കാം. അല്ലെങ്കിൽ മനുഷ്യന് ഉള്ള എല്ലാം കൂടെ ഇളവിയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ ഒരു വഴിഞ്ഞ കോമഡി. അല്ല നിനക്കെന്താ അവനോട് ഇത്ര ദേഷ്യം? ഓ അതറിയണമായിരിക്കും അല്ലേ? ആ നിങ്ങളെന്താ ഇപ്പം അവനോട് പോയി പറഞ്ഞേ? അത് പറഞ്ഞാൽ എനിക്കെന്താ അവനോട് ഇത്ര ദേഷ്യമെന്ന് ഞാൻ പറയാം. എൻ്റെ പൊന്നോ നീ പറയണ്ട, എനിക്കൊന്നും പറയാനുമില്ല. അത് ഞങ്ങൾ പേഴ്സണൽ കാര്യം സംസാരിച്ചതാണ്. മുമ്പോട്ട് നോക്കി നിൽക്കുക, ആൾക്കാർ നോക്കുന്നത്. ഇന്നെങ്കിലും എന്നോട് വഴക്ക് കൂടല്ലേ കാശി നാദേ. ഓ ആയിക്കോട്ടെ ആദം സക്രിയ ജോണേ. അതെ റാമിച്ചായ, നിങ്ങളെ മുഖത്ത് എന്തോ ഒരു തെളിച്ചല്ലാത്ത? നിങ്ങൾ ഹാപ്പി അല്ലേ? നമ്മൾ ആഗ്രഹിച്ചോലും നമ്മുടെ കല്യാണം കഴിഞ്ഞു. എന്താ പറ്റിയേ? എന്ത് തെളിച്ചില്ലായ്മ? എൻ്റെ മുഖത്തൊരു തെളിച്ച കുറവില്ല. ഞാൻ ഹാപ്പിയാ. എനിക്ക് നിന്നെ കിട്ടിയില്ലേ. പിന്നെ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, ആ നിൽക്കുന്നവന്മാരും കൂടെയാണ്. ഞാൻ ആഗ്രഹിച്ചത് തന്നെ എനിക്ക് കിട്ടിയത്. പക്ഷെ അവർക്കോ? കിച്ചു ഒരു പക്ഷേ അവർ സ്നേഹിക്കുന്ന ആൾ തന്നെയായിരിക്കാം. പക്ഷെ ഇന്ദ്ര തിരിച്ചങ്ങോട്ട് അങ്ങനെയാണോ എന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അത് രണ്ടും കീഴുമ്പോ തോന്നുന്നു അടി കൂടുന്നു. ആ എല്ലാം ശരിയാവും, ശരിയാവണമല്ലോ. നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായിട്ട് ശരിയാവും എല്ലാം. ഹേയ് ഇന്ദ്ര, കൺഗ്രാറ്റ്സ്. യു ആർ സോ ലക്കി. ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ആസിം, താങ്ക് യു. എനിവേ പാസ്റ്റ് ഈസ് പാസ്റ്റ്, നോ മോർ പാസ്റ്റ് എന്നല്ലേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ആലോചിച്ച് ഇരിക്കരുത്. നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയിരിക്കുന്നത്. ഇന്നസെൻറ്റ്, ക്യൂട്ട്, ബെറ്റർ ദാൻ മീ. നല്ല ക്യാരക്ടർ, അത് കണ്ടാൽ തന്നെ അറിയാം. എല്ലാം കൊണ്ടും ഹീസ് എ പെർഫെക്റ്റ് ഫോർ യു. മിസ്യൂസ് ചെയ്യരുത്. അതായത് അറിയാതെ പോലും നിൻ്റെ കയ്യിൽ നിന്ന് ആ മുതൽ പോകരുത്. എനിക്കുറപ്പാണ് നീ ഹാപ്പി ആയിരിക്കും അവൻ്റെ കൂടെയുള്ള ലൈഫിൽ. ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവന് മാത്രമേ ഒരു പക്ഷേ നിൻ്റെ ലൈഫിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റാൻ പറ്റൂ. എന്തോ എൻ്റെ മനസ്സങ്ങനെ പറയാം. എനിവേ വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ്. താങ്ക് യു. എനിവേ ഈ പാസ്റ്റ് ഈസ് പാസ്റ്റ്, നോ മോർ പാസ്റ്റ്, അതൊക്കെ ഓക്കെ. യാ നീ പറഞ്ഞത് ശരിയാ. ആസിം ഇന്ത്യയുടെ ലൈഫിൽ ഇനി കാണത്തില്ല. അത് പ്രാക്ടിക്കലും അല്ല. അതിന് പ്രാക്ടിക്കലാവാൻ ഇന്ത്യനെ സമ്മതിക്കത്തില്ല, ആസിമെ സമ്മതിക്കത്തില്ല. പക്ഷേ എന്ന് വെച്ച് ആസിമിനോടുള്ള പ്രണയം ആ നിൽക്കുന്നവനോട് തോന്നണമെന്നുണ്ടോ? ഐ തിങ്ക് നിനക്ക് മനസ്സിലായിരുന്നു. ഹി ഓൾസോ നോട്ട് പ്രാക്ടിക്കൽ ഫോർ മൈ ലൈഫ്. ഓക്കെ, ഈ പറഞ്ഞത് നീ തന്നെ ഒരു ദിവസം മാറ്റി പറയും. ഐ എം ഷുവർ. ഹായ് കാളിദാസ്, കൺഗ്രാറ്റ്സ്. ഹാപ്പി ആയിട്ടിരിക്കണോ? ടേക്ക് യുവർ സെൽഫ്. ഇന്ദ്ര പാവ, സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കും. സ്നേഹത്തിലൂടെ മാത്രമല്ലേ നമുക്ക് ആരെയും നേരെയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ആ ചേട്ടാ, പേരെന്താന്ന് പറഞ്ഞില്ല? ഓ സോറി, ആസിം. ആസിം ഇബ്രാഹിം. ഇന്ദ്രയുടെ ഫ്രണ്ടാ, ഒരു പഴയ ഫ്രണ്ട്. ബൈ. ഇന്ദ്ര, ഐ തിങ്ക് ഹീ സാഡ്. എന്തുകൊണ്ടായിരിക്കും? ഇന്ദ്രയായിട്ട് നല്ല അടുപ്പമുള്ള ഫ്രണ്ടായിരുന്നോ? യാ, മോസ്റ്റ്
special person in my life. Most special friend in my life. ഓ, പേരെന്താ പറഞ്ഞേ? ആസിം. എന്താ? ഏയ് ഒന്നുമില്ല, നല്ല രസമുണ്ടാ ചേട്ടനെ കാണാൻ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ കിച്ചു, നീ എന്നെ മാത്രം നോക്കിയാൽ മതി. അതാ നിനക്കും എനിക്കും നല്ലത്. ഹാപ്പി? ഹാപ്പി. Oh God, after a fucking formalities and functions, we go to. Okay, tell about him. എന്താ അവൻ്റെ ഗുഡ് ഡാൻസ്? ആരുടെ? എന്താടി നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? ഹേ ഡ്യൂഡ്, നീ വെറുതെ പൊട്ടം കളിക്കണ്ട. ഞങ്ങൾ എന്താ ചോദിക്കുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. ടെൽ അബൌട്ട് യുവർ ഹസ്ബൻഡ് കാളിദാസ് ഷോ പ്രസാദ്. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഒരു ചെറിയ അട്രാക്ഷനെന്ന് തോന്നാതെ നീ ആരെയും പിടിച്ച് തലയിൽ വയ്ക്കത്തില്ല. സോ എന്താ മോനെ ഉദ്ദേശം? വെറും കളി മാത്രമാണോ അതോ ലൈഫ് മുഴുവൻ ആ മൊണ്ണയെ ആ അപ്പാവിയെ ചമക്കാനാണോ ഉദ്ദേശം? ലൈഫ് മുഴുവൻ എന്ന് ചോദിച്ചാൽ മേ ബി സൈഡിൽ കൂടെ ഇരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, കാണാനും കൊള്ളാം, ഒരു പാവമാണ്. ഈ ചെണ്ടേര മണ്ടയിൽ എത്ര കമ്പിട്ടടിച്ചാലും അതൊന്നും പറയത്തില്ല, കേട്ടിട്ടില്ലേ? ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആൾക്കാരെ കാണിക്കാൻ ഇങ്ങനൊരു സാധനം കൂടെ ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ ഈ കളി, അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട്. ആൻഡ് യു നോ സംതിങ്, ടുഡേ ഈസ് അവർ ഫസ്റ്റ് നൈറ്റ്. Hey dude, what about we? ഞങ്ങൾക്കെന്നാ ആ സാധനത്തെ നേരെ ചൊവ്വയൊന്ന് പരിചയപ്പെടാൻ പറ്റുന്നേ? എനിക്ക് പ്ലീസ്. കിടന്ന് ചാവാതടി, തരാം. അത് ഞാനൊന്ന് തിന്നട്ടെ. ഇതിപ്പോ ഞാൻ തിന്ന ഇല മടക്കാതെ നിങ്ങൾക്ക് തന്ന ഇത്രയൊക്കെ ചേർത്ത് വെറുതെ ആവത്തില്ലേ? സോ ആഫ്റ്റർ ദാറ്റ് എല്ലാവർക്കും തരാം. ഇന്ദ്ര, ആർ യു ക്രൈസി? വാട്ട് അബൌട്ട് മീ? എൻ്റെ കാര്യത്തിൽ നീ എന്താ ഇതുവരെ തീരുമാനം എടുക്കാത്തത്? എപ്പോഴും ഞാൻ നിൻ്റെ ഈ സൈഡായിട്ട് ഇരിക്കുമെന്നാണോ? ഐ എം നോട്ട് ഫോഴ്സിങ് യു ജെനിഫർ. നിനക്ക് പോവാം, നിനക്ക് പോകണം തോന്നുമ്പോൾ പോവാം. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ലല്ലോ. നീ തന്നെയാണല്ലോ എന്നെ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിടന്നു തരണം. നീ പോയി കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിന് വരെ പെണ്ണോ ചെറുക്കനോ കിട്ടത്തില്ലെന്നാണോ? നോ വേ. സോ പോണെങ്കിൽ പോവാം, ഞാൻ ആരെയും പിടിച്ചു നിർത്തത്തില്ല. ഓക്കെ? അല്ലെങ്കിലും ബിരിയാണി മുമ്പ് ഇരിക്കുമ്പോൾ ആരെങ്കിലും ഡ്രൈ ഫിഷിൻ്റെ പിറകെ പോവോ? നോ വേ. എനിവേ ഇന്ദ്ര, ഞങ്ങൾ പോവാം. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. കാളിദാസ് ഷോ പ്രസാദിനെ ഒരു ദിവസം തൊട്ട് നക്കാൻ ഞങ്ങൾക്ക് തരണം. ഓക്കെ? ഷോ ബേബ്, വൈ നോട്ട്? അപ്പം ശരി, വിട്ടോ. ഇനി ഞാനകത്തോട്ട് പോയി തല കാണിക്കട്ടെ, ഇല്ലെങ്കിൽ ഇനി അത് മതി. പറഞ്ഞു വിടാൻ മുട്ടിരിക്കാന്ന് മനസ്സിലായി. അമ്മാതിരി ഐറ്റത്തിനല്ലേ ഇന്നെടുത്ത് കളിക്കാൻ പോകുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക് ഡ്യൂഡ്, അടിച്ച് തകർക്ക്. ഹേ ഗോ മാൻ. ആവശ്യക്കാരന് ഔചിത്യം പാടില്ലെന്നല്ലേ? എൻ്റെ ആവശ്യമില്ലേ? അപ്പോൾ പതുക്കെ തിന്നാം, പയ്യെ തിന്നാ പനിയും തിന്നാന്നല്ലേ? ഫസ്റ്റ് ഡേ ഒന്ന് കഴിഞ്ഞോട്ടെ. അവൻ എൻ്റെ റിയൽ ഫേസ് കാണാൻ പോകുന്നതേ ഉള്ളൂ. എനിവേ ബൈ. ബൈ. വൺ മോർ തിങ്, വെനസ്ഡേ ഈവനിങ് നൈറ്റ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട. ചെലവ് അതുപോലൊരു ഐറ്റത്തിന് കിട്ടിയതിൻ്റെ. യാ ഓഫ് കോഴ്സ്, പക്ക ഓക്കെ. വെനസ്ഡേ അല്ലേ? അപ്പോൾ കാണാം. ബൈ. നീ ഇതെവിടെയായിരുന്നു ഇന്ദ്ര?
അവ എത്ര നേരം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? പോ, കിച്ചനോടൊപ്പം ഇല്ലേ? സോറി സാർ, സണ്ണിയൊക്കെ പോകാൻ ഇറങ്ങി, അങ്ങനെ അങ്ങോട്ട് പോയതാ. ഇന്ദിര വന്നോ? എല്ലാവരും വന്ന സ്ഥിതിക്ക് ദേവാ, ഞാനെന്നാ കാര്യം പറയട്ടെ മോനെ. അപ്പോൾ കാര്യം വേറൊന്നുമല്ല, ദേവ 3 താക്കോല് തരും. അത് 3 വില്ലയുടെയാണ്. അതായത് റാമിനും സിദ്ധുവിനും ഇന്നു മുതൽ പ്രത്യേകിച്ചൊരു വില്ലയുണ്ട്, അങ്ങോട്ട് മാറാം. അതുപോലെ ആദമിനും കാശിക്കും നമ്മുടെ കിച്ചുവിനും ഇന്ദ്രയ്ക്കും അതിൻ്റെ താക്കോല തരുന്നത്. നിങ്ങളങ്ങ് രാത്രി തന്നെ വിട്ടോ. അവിടെ എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ഒരുക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രയുടെയും കിച്ചുവിൻ്റെ അവിടെ ഒരു ആയുണ്ട്, അതുപോലെ എല്ലാവരും അവിടെയും ജോലിക്കാരൊക്കെ ആവശ്യത്തിനുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഒന്നുമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, സെപ്പറേറ്റ് ഒക്കെ താമസം തുടങ്ങിക്കോ. ദേവച്ച, മുത്തശ്ശ അത് വേണോ? ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നാൽ പോരെ? ഈ സെപ്പറേറ്റ് ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ 3 പേരും 3 കുടുംബങ്ങളാണ്. അപ്പോൾ എല്ലാവരും കൂടെ കുവിഞ്ഞുകൂടി ഒരു വീട്ടിൽ വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൈവസി, സ്വാതന്ത്ര്യം ഇതൊക്കെ വേണ്ടേ? സോ എന്തുകൊണ്ടും മാറുന്നതന്നെ നല്ലത്. എന്നാൽ നിന്ന് താമസിക്കണ്ട, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. ഐ മീൻ, ഇതുപോലൊരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ, താങ്ക് യു. കിച്ചു, നമുക്കെന്ന് ഇറങ്ങിയാലോ? ഇന്ദ്ര പോ. കാശേട്ടാ, ഞാനെന്ന് ഇറങ്ങട്ടെ. ബൈ. കാണാം. കിച്ചു, ടേക്ക് കെയർ. എന്തുണ്ടെങ്കിലും വിളിക്കുമ്പോൾ പറയണം കേട്ടോ. എന്തുണ്ടെങ്കിലും പറയാനൊന്നും മടിക്കണ്ട കേട്ടോ. പറയാൻ കാശേട്ടാ. നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? സോറി, അല്ല, കിച്ചുവിനെ കാണാൻ, ഐ മീൻ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ഒരു വൈകിയ വന്നേ. 2 പേര് വന്നിട്ടുണ്ട്. കാശിനെയും കിച്ചുവിനെ അറിയാന്നാ പറഞ്ഞത്. കാശു, കൺഗ്രാറ്റ്സ് ഡാ, ലേറ്റ് ആയിപ്പോയി. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ ബ്രദറാടാ, അലക്സ്. എനിവേ, കൺഗ്രാറ്റ്സ്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. എല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് പോലും. എടി, എൻ്റെ കൂട്ടിനെ നിന്നോട് വരാൻ പറഞ്ഞ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കായോണ്ട്. നിന്റെ ഭാഗ്യത്തിന് എനിക്ക് ബോറടിച്ചില്ല. ഹായ് കാശിനാഥ്. ഹായ് അലക്സ് സേവിയർ. അലക്സ് ചായ, ഋഷി വന്നില്ലേ? ഇല്ല കിച്ചുവേ, അവനെ അത്യാവശ്യമായിട്ട് 2 ലോഡ് എടുക്കാൻ പോകേണ്ട ആവശ്യം വന്നു, അങ്ങനെ പോയതാ. വരണമെന്നുണ്ടായിരുന്നു, അർജൻറ്റായതുകൊണ്ട് പോകേണ്ടി വന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. കിച്ചൂസെ, നിനക്ക് അലക്സിച്ചായനെ എങ്ങനെ അറിയാം? അത് കാശിക്ക് അറിയാൻ വഴിയില്ല. 2-3 പ്രാവശ്യം ബിസിനസ് ആവശ്യമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അപ്പോൾ കണ്ട് പരിചയമാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് വന്നത്. എൻ്റെ ബ്രദർ ആവശ്യം അല്ലേ കിച്ചു? അതെ. സംതിങ് മിസ്റ്റീരിയസ് എന്തുകൊണ്ട്? നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടോ? അതോ അല്ല, ഐ മീൻ ബൊഫേ ഒക്കെ ക്ലോസ് ചെയ്തു. ഫങ്ഷൻ കഴിഞ്ഞായിരുന്നല്ലോ, അതാ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവർ 2 പേരും കാണാൻ വന്നതാ. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുക. ശരിടാ, ബൈ. നീ കോളേജിൽ വരണം കേട്ടോ. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് കോളേജിൽ വരാതിരിക്കില്ലേ. സാറേ, അവനെ കോളേജിൽ വിടണേ. എനിക്ക് വേറെ ആരുമില്ല ഫ്രണ്ട്, അതുകൊണ്ടാ. എൻ്റെ ഒരു അവസ്ഥ. അവൻ കോളേജിലൊക്കെ വരും. അവനെ പിടിച്ചു കെട്ടിയിടാൻ പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയൊന്നുമല്ലല്ലോ. വരും. അപ്പോൾ ഇനി നിങ്ങൾ നിന്ന് താമസിക്കണ്ട, വിട്ടോ നിങ്ങളുടെ സ്വർഗത്തിലേക്ക്.